വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ 10 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനെതിരെ നടപടിക്കൊരുങ്ങി ബാർ കൗൺസിൽ. അടുത്ത കൗൺസിൽ യോഗത്തിൽ തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശിയായ മനു ജി രാജന്റെ എൻറോൾമെന്റ് പിൻവലിക്കാനാണ് തീരുമാനം. മഗധ് സർവകലാശാലയുടേതെന്ന പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മനു ജി രാജൻ ബാർ കൗൺസിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തതിന്റെ തെളിവുകൾ പുറത്തുവന്നിരുന്നു. വഞ്ചിയൂർ സ്വദേശിയായ മനു ജി രാജൻ 2013 ബാർ കൗൺസിലിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തത്. ബീഹാറിലെ മഗധ് സർവകലാശാലയിൽ നിന്ന് LLB ലഭിച്ചിട്ടുണ്ടെന്ന് കാട്ടിയുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയായിരുന്നു ഇത്. പിന്നീട് പ്രാക്ടീസ് കാലയളവിൽ 53 പേരുടെ വക്കാലത്തും ഏറ്റെടുത്തു. ഇതിനിടയിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് മനു ജി രാജൻ ബാർ കൗൺസിലിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തതെന്ന പരാതി പോലീസിന് ലഭിച്ചത്. തുടർന്ന് വ്യാജരേഖ ചമച്ചതിന് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചു. എൻറോൾ ചെയ്യാനായി ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് യഥാർത്ഥ സർട്ടിഫിക്കറ്റ് അല്ലെന്ന മറുപടിയാണ് മഗധ് സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നും ബാർ കൗൺസിലിനും ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിഭാഷകനെതിരെ ബാർ കൗൺസിൽ നടപടിക്കൊരുങ്ങുന്നത്. ഈ മാസം 17 ചേരുന്ന കൗൺസിൽ യോഗത്തിൽ അഭിഭാഷകന്റെ എൻറോൾമെന്റ് പിൻവലിക്കാൻ തീരുമാനമെടുക്കും. പിന്നാലെ നടപടി സംബന്ധിച്ച വിവരം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയെ അറിയിക്കും. അതിനിടെ ചില രേഖകൾ കൂടി ലഭിച്ച ശേഷം മനു ജി രാജനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് എറണാകുളം സെൻട്രൽ പോലീസിന്റെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് SS ശരൺ, മീഡിയ 1.